ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും അവരുടെ പാരൻസുമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. എനിക്ക് മാത്രമല്ല, നമ്മൾ ഓഫീസിലുള്ള സ്റ്റാഫിനൊക്കെ പല അഡ്മിഷൻ എടുത്ത കുട്ടികളൊക്കെ ഈ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റിയാലിറ്റി എന്താണ്? നിലവിൽ പല മാധ്യമങ്ങളിലും ഈ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഡൽഹിയിലെ ഉസ്ബെക്കിസ്ഥാൻ എംബസിയാണ് ഈ ന്യൂസ് വിട്ടതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ അതിനകത്ത് പറയുന്നത് എന്താണ്? ഉസ്ബെക്കിസ്ഥാനിൽ MBBS അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾ അവർ വളരെ സെലക്ട് ചെയ്തിട്ട് വേണം ഒരു ഏജൻസിയെ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്നാണ് മെയിനായിട്ട് പറയുന്നത്. അതായത് അവർ രജിസ്റ്റേർഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. മുന്നേ MBBS മുന്നേക്കെ അഡ്മിഷൻ ചെയ്തിരുന്ന ആളുകളാണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് സ്റ്റുഡൻസും പാരൻസും ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുമായി കോൺട്രാക്റ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പല ഏജൻസികളും ഫേക്കായിട്ട് സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫീസ് വളരെ കുറച്ചടച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല വാഗ്ദാനങ്ങളിലും നമ്മുടെ സ്റ്റുഡൻസുകൾ ചെന്ന് വീഴാറുണ്ട്. അതിനെതിരെയാണ് ഉസ്ബെക്കിസ്ഥാൻ എംബസി നിലവിൽ ഈ ഒരു ന്യൂസ് പറയുന്നത്. അപ്പോൾ മെയിൻലി പല സ്റ്റുഡൻസും പാരൻസും ഒരു യൂണിവേഴ്സിറ്റിയും ഒരു രാജ്യവും തിരഞ്ഞെടുക്കുന്ന അതേ ഒരു സീരിയസോടുകൂടി തന്നെ ഒരു ഏജൻസി തിരഞ്ഞെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചില ആളുകളൊക്കെ ഇൻഡിവിജ്വലായിട്ടൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഓഫീസൊന്നും ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഡോക്യുമെൻറ്റ്സും പേയ്മെൻറ്റൊക്കെ കൊടുത്ത് ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് ഓഫീസൊക്കെ ആകുമ്പോൾ നാളെ എന്തെങ്കിലും ഇഷ്യൂ ആകുമ്പോൾ കോൺടാക്ട് ചെയ്യാനും അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ ന്യൂസ് നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെ പല പേരൻസിനും അല്ലെങ്കിൽ സ്റ്റുഡൻസിനും മറ്റൊരു ഡൗട്ടുള്ളത്, ഈ ന്യൂസ് കണ്ടപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ MBBS പഠിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ അത് നെഗറ്റീവാണോ എന്നുള്ള രീതിയിൽ പല ആളുകളും ചോദിച്ചു. ധൈര്യമായിട്ട് MBBSന് ഉസ്ബെക്കിസ്ഥാനിൽ MBBS നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രാജ്യം തന്നെയാണ്. നിലവിൽ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒത്തിരി സ്റ്റുഡൻസ് ഈ വർഷം പോകുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുക, നല്ല അക്കാഡമിക്സും നല്ല ക്ലിനിക്കുകളൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുക. ഇതേപോലെ തന്നെ ചില ഏജൻസികളുടെ അല്ലെങ്കിൽ ആളുകളുടെ വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏജൻസി രജിസ്റ്റേർഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, കോൺട്രാക്റ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. മുൻകൂട്ടി പോയ സ്റ്റുഡൻസിനായിട്ടും സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. നിങ്ങൾ MBBS ഉസ്ബെക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്റ്റഡി ലിങ്ക്സിനെ കോൺടാക്ട് ചെയ്യാം. നിലവിലവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനായിട്ടും പാരൻസിനായിട്ടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.